വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന വിവിധ ക്ഷേത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം പാക്കേജ് നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ദേവസ്വം മേഖലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാൻ അടുത്ത ദിവസം തന്നെ യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് പറശ്ശിനിക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റ് ദേവസ്വം ബോർഡുകളിൽ അവയ്ക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല ദേവസ്വം ബോർഡിനാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി മലബാർ ദേവസ്വം ബോർഡിന് മേൽനോട്ട ഭരണ ചുമതലയാണുള്ളത്. ഏരിയ കമ്മിറ്റികളാണ് ഭരണ ചുമതല നിർവഹിക്കുന്നത്. ഇക്കാര്യത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്ന് വലിയ രീതിയിൽ ആവശ്യം ഉയർന്നതിനെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങൾ മുൻനിർത്തി വിവിധ തലങ്ങളിൽ നിന്നും അഭിപ്രായ രൂപീകരണമുണ്ടാക്കി പുതിയ ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ വഴിപാട് നിരക്കുകൾ പല വിധത്തിലാണുള്ളത്. നിരക്ക് ഏകീകരിക്കണം. വഴിപാടുകളുടെ പേരിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നില്ല ഉണ്ടാകരുത്. ഓരോ ക്ഷേത്രങ്ങളും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് നിലനിൽക്കുന്നതാണ്. അവയെല്ലാം അതുപോലെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. എല്ലാ ആചാരാനുഷ്ഠാന ക്രമങ്ങളും അതുപോലെ തന്നെ ഓരോ ക്ഷേത്ര സന്നിധിയിലും നടന്നു വരുന്നത് എല്ലാം അതുപോലെ തന്നെ തുടരണം എന്ന് പറയുമ്പോൾ തന്നെ കാലോചിതമായ മാറ്റങ്ങൾ ചില കാര്യങ്ങളിൽ വേണ്ടതായി വരുന്ന ചില വിഷയങ്ങൾ. അതിൽ പ്രധാനമാണ് ക്ഷേത്രങ്ങളിലെ നിയമനങ്ങൾ, അതേപോലെ തന്നെ അതിന്റെ സമ്മർദ്ദത്വങ്ങൾ, അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ഇപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വന്നിരിക്കുന്നു. ആ നിലവിൽ ആ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഇതിന്റെ ഭരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ ഓരോ ക്ഷേത്രത്തിന്റെയും ഇന്നത്തെ സാധ്യതയ്ക്കനുസരിച്ചുള്ള വികസനങ്ങൾ ഉറപ്പാക്കി പശ്ചാത്തല സൗകര്യം കൂടി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് ആ ക്ഷേത്രം കൂടുതൽ ഭക്തജനങ്ങൾക്ക് ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി. മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഒ.കെ. വാസു, മെമ്പറായി കെ.എൻ. ഉദയൻ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. മലബാർ ദേവസ്വം കമ്മീഷണർ ടി.സി. ബിജു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എം. ബിജിൻ എം.എൽ.എ, സി.കെ. ഗോപി, സജീവ് മാറോളി, പി.ടി. വിജയ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.